പ്രകൃതിയെയും കവിതയെയും ഒരുപോലെ സ്നേഹിച്ച് നെഞ്ചിലേറ്റിയ കവയിത്രി എന്ന് പറയുമ്പോൾ ഒറ്റ മുഖം മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക. എല്ലാവർക്കും നമസ്കാരം. കഥകൾ എന്നിലൂടെയിൽ ഇന്ന് ശ്രീമതി സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയ വീഡിയോയാണ്. മനുഷ്യ സ്നേഹിയാണോ പ്രകൃതി സ്നേഹിയാണോ എന്ന് ചോദിച്ചാൽ പ്രകൃതി സ്നേഹിയായി അറിയപ്പെടാനാണ് കൂടുതൽ ഇഷ്ടം എന്നവർ നിസ്സംശയം പറയുമായിരുന്നു. കവയിത്രിയായാണ് അവരെ കൂടുതൽ പേരും ഓർക്കുന്നത്. പക്ഷേ കവിതയ്ക്കൊപ്പം അവരുടെ ഉള്ളിൽ ഒരു ശക്തയായ ആക്ടിവിസ്റ്റും അധ്യാപികയും പ്രകൃതി സ്നേഹിയും സ്നേഹമയിയായ അമ്മയുടെ വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. 1934 പത്തനംതിട്ടയിലെ ആറന്മുളയിൽ ജനനം. അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരന്റെ മകളായാണ് അവർ ജനിച്ചത്. അതിനാൽ തന്നെ കവിത ഒരിക്കലും ആ കുടുംബത്തിൽ ആർക്കും ഒരു നേരം പോക്കായിരുന്നില്ല, മറിച്ച് രക്തത്തിൽ അലിഞ്ഞതായിരുന്നു. അച്ഛനിൽ നിന്ന് ലഭിച്ച സമരവീര്യവും പോരാട്ടവും ഒട്ടും ചോർന്നു പോകാതെ അവരുടെ ഓരോ കവിതകളിലും തെളിഞ്ഞു കണ്ടിരുന്നു. VK കാർത്യായനി അമ്മയായിരുന്നു മാതാവ്. സംസ്കൃത പണ്ഡിതയായിരുന്നു അവർ. അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായ ഹൃദയകുമാരി ചേച്ചിയും സുജാത ദേവി ഇളയ സഹോദരിയുമായിരുന്നു. 3 പെൺകുട്ടികളെ കരുത്തരാക്കി മൂല്യങ്ങൾ പറഞ്ഞുകൊടുത്തു വളർത്തിയ ആ മാതാപിതാക്കൾ ഭാവിയിൽ കണ്ടത് എഴുത്തിന്റെയും വായനയുടെയും ചിന്തയുടെയും ഇടമായിരുന്ന ആ പെൺവീട്ടിൽ നിന്ന് 3 മക്കളും മലയാള സാഹിത്യ ലോകത്ത് അവരവരുടെ ശക്തമായ ഇടങ്ങൾ കണ്ടെത്തുന്ന കാഴ്ചയായിരുന്നു. അസാധാരണമായ ഒരു പെൺ കൂട്ടായ്മയായിരുന്നു അത്. എല്ലാ തിരക്കുകൾക്കും ഒടുവിൽ മൂവർക്കും ചെന്നു പറ്റാനുള്ള ഇടമായിരുന്നു വീട്. 3 പെൺമക്കളെയും ഒന്നിച്ചു നിർത്തിയ വൻമരം അമ്മയായിരുന്നു. ധൈര്യം വേണമെന്ന് ചൊല്ലി പഠിപ്പിച്ച് കരുത്തരാക്കി അച്ചടക്കവും ക്രമവും വേണമെന്ന് ഉറപ്പിച്ചു പഠിപ്പിച്ചു. സഹോദരങ്ങളെ കുറിച്ച് ഒരിക്കൽ സുഗതകുമാരി ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയാണ്: ചേച്ചിക്ക് എക്കാലത്തും ഡിറ്റക്റ്റീവ് ഹൊറർ കൃതികളായിരുന്നു താല്പര്യം. ചോര മരവിപ്പിക്കുന്ന കൊലപാതക കഥകൾ തേടിപ്പിടിച്ച് ചേച്ചി ഞങ്ങൾ അനുജത്തിമാരെ വായിച്ചു കേൾപ്പിക്കും. രാത്രി ഞങ്ങൾ ഉറങ്ങാതെ പേടിച്ചിരിക്കുകയും ചേച്ചി കൂളായി ഉറങ്ങുകയും ചെയ്യും. ഏറ്റവും ഇളയയാൾ സുജാത ദേവിയും മികച്ച അധ്യാപികയും കവയിത്രിയുമായിരുന്നു. കേരളത്തിലുടനീളം അവർ കോളേജ് അധ്യാപികയായി പ്രവർത്തിച്ചു. കേരളത്തിലെ ഒട്ടുമിക്ക സാമൂഹിക വിപത്തുകൾക്കെതിരെയും നിരുപാധികം ഇടപെടുന്ന വ്യക്തിത്വമായിരുന്നു ശ്രീമതി സുഗതകുമാരി. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവർ അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അഗതികളായ സ്ത്രീകൾക്ക് വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്ക് വേണ്ടി പരിചരണാലയം എന്നിങ്ങനെ സാമൂഹിക രംഗത്ത് അവരുടെ സംഭാവനകൾ പലതാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ, തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പൽ, അങ്ങനെ അവരുടെ നേട്ടങ്ങൾ നീണ്ടുകിടക്കുന്നു. നിന്ദിക്കപ്പെട്ടവർക്കും ഉറ്റവരും ഉടയവരും കൈയൊഴിഞ്ഞവർക്കുമായി അഭയ എന്നൊരു കൂടൊരുക്കി അവർ വലിയൊരു പുണ്യകർമ്മം കൂടി ചെയ്തു. അഭയ ഇന്ന് ആരാലും ആദരിക്കപ്പെടുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ആശ്രയമില്ലാത്തവർ അനുദിനം പെരുകുന്ന ഈ നാട്ടിൽ അതൊരിക്കലും ഒരു പരാജയമാകില്ലെന്ന് അവർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി അവർ എഴുതിയത്. അന്ന് സ്ലേറ്റിലായിരുന്നു എഴുത്ത്. മുന്നേ സൂചിപ്പിച്ചതുപോലെ കവിത അവർക്ക് രക്തത്തിലുള്ളതായിരുന്നു. ആ വീട്ടിൽ പല കവികളും നിത്യ സന്ദർശകരായിരുന്നു. കവിതയും സാഹിത്യവും ഇടതടവില്ലാതെ മുഴങ്ങിക്കേട്ടിരുന്നു. കുഞ്ഞു സുഗത നന്ദി ചെറുപ്പത്തിലെ ആർത്തിയോടെ വായിച്ചിരുന്നു. ആദ്യം വായിച്ചു തുടങ്ങിയത് രാമായണമായിരുന്നു. 10 വയസ്സിനു മുന്നേ തന്നെ കുമാരനാശാൻ കൃതികളും മാർത്താണ്ഡവർമ്മ കഥകളും ഒക്കെ വായിച്ചു തീർത്തു. അമ്മയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തോടും സംസ്കൃതത്തോടും പ്രിയമുണ്ടാക്കിയത്. കുട്ടിക്കാലത്ത് തന്നെ കവിതകൾ എഴുതി അവർ ഒളിപ്പിച്ചു വെച്ചു. ആരെയും കാണിച്ചില്ല, ആരോടും പറഞ്ഞുമില്ല. ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ എന്ന ഭയമായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് മാഗസീനിലാണ് ആദ്യമായി ഒരു കവിത അച്ചടിച്ചു വന്നത്. പിന്നീടാണ് പുറത്തും എഴുതി തുടങ്ങിയത്. 1960 സുഗതകുമാരി ഡോക്ടർ K വേലായുധൻ നായരുമായുള്ള വിവാഹം കഴിഞ്ഞത്. പിന്നീടുള്ള ജീവിതം ദില്ലിയിലായിരുന്നു. ദില്ലി ജീവിതം ഭാവനയുണർത്താൻ നല്ല അന്തരീക്ഷം നൽകി. പക്ഷേ അതിലേറെ കഷ്ടപ്പാടുകളും. മാതൃപൂജ, അത്രമേൽ സ്നേഹിക്കയാൽ തുടങ്ങിയ കവിതകൾ ദില്ലി ജീവിതകാലത്ത് പിറന്നവയാണ്. കൊടും പനിക്കിടയിൽ കിടന്നു ചൊല്ലിയ കവിതയാണ് മാതൃപൂജ. ഭർത്താവ് അത് കുറിച്ചെടുക്കുകയായിരുന്നു. ചിക്കൻ ബോക്സിനിടയിൽ ഉണ്ടായതാണ് അത്രമേൽ സ്നേഹിക്കയാൽ എന്ന കവിത. അവരുടെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവ് തിരുവനന്തപുരത്തെ വാസമായിരുന്നു. കേരളത്തിലെ മനോരോഗ ആശുപത്രികളിൽ കണ്ട ദയനീയ കാഴ്ചകൾ സുഗതയെ സ്പർശിച്ചു. നരകദർശനമായിരുന്നു അതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പലതവണ.
അവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്നാണ് തിരുവനന്തപുരത്തെ അഭയ എന്ന സ്ഥാപനം ഉണ്ടാകുന്നത്. മനോരോഗികളുടെ നരകയാതനകൾ പൂർണ്ണമായി ലോകമറിഞ്ഞത് സുഗതകുമാരിയിലൂടെയാണ്. പ്രകൃതിയോടുള്ള അവരുടെ പ്രണയവും അതിതീവ്രമായിരുന്നു. അതിനുവേണ്ടി അവർ ജീവിതം തന്നെ സമർപ്പിച്ചു. ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി. ഇതായിരുന്നു അവർ പ്രകൃതിക്ക് വേണ്ടി ചൊല്ലിയത്. സൈലന്റ് വാലി സമരത്തിന്റെ ഏറ്റവും വലിയ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു അവർ. എല്ലാവരെയും പോലെ സമരമുറകളിൽ പങ്കെടുക്കുക മാത്രമല്ല, നാശത്തിന്റെ വക്കീലെത്തിയ പല പ്രകൃതി രമണീയതയും അവർ ഏറ്റെടുത്ത് സംരക്ഷിച്ച് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റി. അട്ടപ്പാടി കുന്നിലെ കൃഷ്ണവനം സുഗതകുമാരിയുടെ സംഭാവനയാണ്. വഴിയിലെ കൊച്ചു കാട്ടുപൂവിനും മുകളിലെ കിളിപ്പാട്ടിനും നന്ദി എന്നു പാടാൻ സുഗതകുമാരിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഏതു കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന തരത്തിൽ ലളിതവും എന്നാൽ ആഘാതവുമായിരുന്നു അവരുടെ സൃഷ്ടികൾ. ഗാന്ധിയുടെ ശിഷ്യനായ ബോധേശ്വരന്റെ മകൾ ഗാന്ധിജിയെയും ജീവിതത്തിലുടനീളം ആരാധിച്ചു പോന്നു. മലയാളത്തിലെ ഒരു എഴുത്തുകാരിക്കും കഴിയാത്ത വിധം ആക്ടിവിസത്തിന്റെ ആൾ രൂപമായിരുന്നു അവർ. അവരുടെ നിലപാടുകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സാംസ്കാരിക കേരളം ഒട്ടാകെ ചർച്ചകൾ അരങ്ങേറി. ആരാധകർ ഉള്ളതുപോലെ തന്നെ എതിരാളികൾക്കും അവർക്ക് ഒരു പഞ്ഞവുമില്ലായിരുന്നു. എന്നാൽ എതിരാളികൾ പോലും തോറ്റു പിന്മാറും വിധമായിരുന്നു അവരുടെ സൃഷ്ടികളും സാമൂഹ്യ പ്രവർത്തനവും. പാതിരാപ്പൂക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വയലാർ പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, അങ്ങനെ പലതും അവരെ തേടിയെത്തി. 2006 രാജ്യം പത്മശ്രീ നൽകി അവരെ ആദരിച്ചു. രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, ദേവദാസി തുടങ്ങിയവ വായനക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അവരുടെ പല സംഭാവനകളിൽ ചിലതു മാത്രം. ഇങ്ങനെ കാടിനെയും മലയെയും പുഴയെയും കവിതയെയും സാക്ഷിയാക്കി 2020 ഡിസംബർ 23 അവർ അന്തരിച്ചു. കോവിഡിനോടനുബന്ധിച്ച ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു മരണകാരണം. ഏക മകൾ ലക്ഷ്മി ദേവി പറഞ്ഞത്, എന്റെ അമ്മ ഒരിക്കലും ഒരു വീട്ടമ്മയായിരുന്നില്ല, നാട്ടമ്മയായിരുന്നു. കുടുംബത്തെക്കാൾ പ്രധാനം നാടായിരുന്നു. എല്ലാ മുൻകരുതലും എടുത്തിട്ടും കോവിഡ് അമ്മയെ കൊണ്ടുപോയി, എനിക്ക് രക്ഷിക്കാനായില്ല. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭാവനകൾ സാംസ്കാരിക കേരളത്തിന് നൽകി കവിയമ്മ യാത്രയായി. എത്ര കാലം കഴിഞ്ഞാലും ആ കവിതകളുടെ ഗന്ധം ഈ മണ്ണിലുണ്ടാവും. ശ്രീമതി സുഗതകുമാരിയെ കുറിച്ചുള്ള ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. നന്ദി.